നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയുള്ളൊരു പ്രോബ്ലമാണ് ഇതും. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിൽ ഇപ്പോൾ ഉള്ള ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ വെർട്ടിക്കൽ ഫോർമാറ്റിലാണല്ലോ ബാലൻസ് ഷീറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫോർമാറ്റിൽ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കുന്നതിനാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ബാക്കി ഐറ്റത്തിലൊന്നും ഡിഫറൻസ് ഇല്ല. ഇപ്പോൾ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2014 ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ അസറ്റ് സൈഡ് കൊടുത്തിരിക്കുന്നത് ബിൽഡിങ്സ് ഐറ്റം ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഫിക്സഡ് അസറ്റ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 5,000 ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ് ₹65,000. ഓക്കെ. ദെൻ സൺഡ്രി ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ക്യാഷ്. ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 5,000 ഷെയർസാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അപ്പോൾ നമ്മൾ ഷെയർ ക്യാപിറ്റൽ നോക്കുന്ന സമയത്ത് എസ് ലിമിറ്റഡിൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 7,500 ആണ്. അതായത് 10 rupees ഈച്ച് വെച്ചാണ് വാല്യൂ വരുന്നത്. ടോട്ടൽ 75,000 ആണ്. അപ്പോൾ 7,500 ആണ് എസ് ലിമിറ്റഡിൻ്റെ ഷെയർസ്. സോ 5,000 ഷെയർസ് പർച്ചേസ് ചെയ്താൽ അവിടെ 2,500 എന്ന് പറയുന്നത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ P&L അക്കൗണ്ട് ബാലൻസ്, ജനറൽ റിസർവ്, സൺഡ്രി ക്രെഡിറ്റേഴ്സ് സാധാരണ ഉള്ള ഐറ്റംസ് തന്നെയാണുള്ളത്. ദെൻ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2014 ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അക്വിസിഷൻ നടന്നിരിക്കുന്ന ഡേറ്റ്, എച്ച് ലിമിറ്റഡ് അക്വയർ ദ ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ് ഓൺ 1st January 2014. വെൻ ബാലൻസ് ഓഫ് ദിയർ P&L അക്കൗണ്ട് ആൻഡ് were 18,750 and 20,000 റെസ്പെക്റ്റീവ്ലി. അപ്പം അക്വിസിഷൻ നടക്കുന്ന ഡേറ്റിലുള്ള ബാലൻസ് തന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ. ദെൻ സ്റ്റോക്ക് ഓഫ് 40,000 held by S Limited include 15,000 of goods purchased from H Limited who has charged a profit of 25% on cost. അപ്പോൾ നിങ്ങൾ ടോട്ടൽ എസ് ലിമിറ്റഡിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ നോക്കുക, 40,000 ആണ്. അതിൽ 15,000 എന്ന് പറയുന്നത് എച്ച് ലിമിറ്റഡിന് പർച്ചേസ് ചെയ്തതാണ്. ആൻഡ് എച്ച് ലിമിറ്റഡ് അത് പർച്ചേസ് അല്ലെങ്കിൽ സെൽ ചെയ്യുന്ന സമയത്ത് 25% പ്രോഫിറ്റ് അതിൽ ചാർജ് ചെയ്തിട്ടുണ്ട് ഓൺ കോസ്റ്റ്. സോ നമ്മൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കാണേണ്ടത് എങ്ങനെയാണ്? 15,000 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 125. ഇത്രയും ചെയ്താൽ നമ്മളുടെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റായി. ആൻസർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റ് വരച്ച് അതിലെ ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളതെങ്കിൽ എഴുതിയതിന് ശേഷം സ്പേസ്, അതായത് നമ്മളുടെ ഒരു ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഫോർമാറ്റിൽ ബാലൻസ് ഷീറ്റ് വരച്ച് സ്പേസ് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് വർക്കിംഗ് നോട്ട് അതിന് ശേഷം എഴുതാം. അത് പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് മാത്രമാണ്, അതിന് കമ്പൽസറി അല്ല ബാലൻസ് ഷീറ്റ് ഫസ്റ്റ് തന്നെ ഷോ ചെയ്യിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, വർക്കിംഗ് നോട്ട്സൊക്കെ ചെയ്തതിന് ശേഷം എല്ലാ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ മതി. ഈ ഒരു ന്യൂ ഫോർമാറ്റിൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫോർമാറ്റിൽ വരുന്ന ഒരു അഡീഷണലായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നോട്ട്സാണ്. നോട്ട്സ് ടു അക്കൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് കഴിഞ്ഞ ശേഷം ബാലൻസ് ഷീറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 ഐറ്റത്തിൻ്റെ ഒരു നോട്ട്സ് കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റിൽ തന്നെ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കുക. നിങ്ങൾ ഫസ്റ്റ് ഷെയർസ് ആൻഡ് ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർസ് എത്രയാണെന്ന് നോക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞു 5,000 ഡിവൈഡഡ് ബൈ 7,500 2,500 ഡിവൈഡഡ് ബൈ 7,500 വിച്ച് മീൻസ് 2/3 ആൻഡ് 1/3 ആണ് ഷെയർ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഈ ഒരു പ്രോബ്ലം എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ എഴുതുന്ന സമയത്ത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ഡേറ്റ് എത്രയാണെന്നുള്ളത് എഴുതുക. 3 കോളമാണ്, പെർട്ടിക്കുലേഴ്സ്, നോട്ട്, നമ്പർ ആൻഡ് എമൗണ്ട്. ഇതാണ് ഇതിൽ ബാലൻസ് ഷീറ്റിൽ വരുന്ന കോളം. ഇനി അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ്. നമുക്ക് ബാലൻസ് ഷീറ്റിൽ എന്തുണ്ടാകും, ലയബിലിറ്റീസ് സൈഡ് ആൻഡ് അസറ്റ് സൈഡ്. അതുപോലെ എ എന്ന് പറയുന്നത് ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് ആണ്. അതിൽ വരുന്ന ഫസ്റ്റ് കാറ്റഗറിയാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്.
ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് വരും. പിന്നെ നമ്മളുടെ ഈ ഒരു പ്രോബ്ലം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ദെൻ കറണ്ട് ലയബിലിറ്റീസ് വരുന്നുണ്ട്. ഇത്രയാണ് നമ്മളുടെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ളതിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എഴുതുക. അതിനുശേഷം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ള ഹെഡാണ് എഴുതേണ്ടത്. അതിൽ വരുന്ന 2 കാറ്റഗറീസാണ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇതൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക ബൈ ഹാർട്ടായിട്ട്. ഇനി നമ്മൾ സാധാരണ ഷെയർ ക്യാപിറ്റലിൻ്റെത് എന്ത് ചെയ്യും, 20,000 ഷെയർസ് അറ്റ് 10 rupees ഈച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതും. അതിന് പകരം ഇവിടെ നിങ്ങൾ നോട്ട് നമ്പർ കൊടുത്താൽ മതി. 1, 2 അങ്ങനെ എത്ര നോട്ട് വരുന്നുണ്ടോ, എത്ര കാൽക്കുലേഷൻ വരുന്നുണ്ടോ അതിൻ്റെ നോട്ടിൻ്റെ നമ്പർ ഇവിടെ കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് റിസർവ്സ് ആൻഡ് സർപ്ലസിലും കാൽക്കുലേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് 2 എന്ന് നമ്പർ കൊടുക്കുക. അതിൻ്റെ ഫൈനൽ എമൗണ്ട് മാത്രം നിങ്ങൾ ഈ ബാലൻസ് ഷീറ്റിൽ കാണിച്ചാൽ മതി. ദെൻ നമ്മളുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്രയാണെന്ന് എഴുതേണ്ടി വരും. പിന്നെ കറണ്ട് ലയബിലിറ്റീസിൽ നമുക്ക് തന്നിരിക്കുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് മാത്രമാണ്. അത് രണ്ടും എച്ച് ലിമിറ്റഡ് ആൻഡ് എസ് ലിമിറ്റഡിൻ്റെ എത്രയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയതിന് ശേഷം ആഡ് ചെയ്യുക. ഇനി ബിൽസ് പേയബിൾ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞുകൊണ്ട് കറണ്ട് ലയബിലിറ്റിയിൽ വരുന്നവരായിട്ടാണ് ബിൽസ് പേയബിൾ ആണെങ്കിൽ എച്ച് ലിമിറ്റഡ് ആൻഡ് എസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് 2 എമൗണ്ട് സെപ്പറേറ്റ് ചെയ്ത് ആഡ് ചെയ്യുക. ഇനി അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് എഴുതാം. ദെൻ നെക്സ്റ്റ് കാറ്റഗറി ബി അസറ്റ്സ് ആണ്. അസറ്റ് സൈഡിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോൺ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് അസറ്റ്സ് എന്നുള്ള ക്ലാസിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നോൺ കറണ്ട് അസറ്റ്സിൽ എന്തുണ്ടാകും, ഫിക്സഡ് അസറ്റ് ഉണ്ടാകും. ഫിക്സഡ് അസറ്റിലാണെന്നുണ്ടെങ്കിൽ അതിൽ സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ. സാധാരണ നിങ്ങൾക്ക് ടാഞ്ചിബിൾ ആയിരിക്കും കൂടുതലുണ്ടാവുക. ഗുഡ് വിൽ വരുന്ന കേസിലാണെങ്കിൽ മാത്രമേ ഇൻടാഞ്ചിബിളിൽ ഒരൈറ്റം അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടാവുള്ളൂ. ഗുഡ് വിൽ ഉള്ള കേസിൽ. പിന്നെ ടാഞ്ചിബിളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് നമ്പർ ഇടുക. ടാഞ്ചിബിളിൽ തന്നിട്ടുള്ള ഫിക്സഡ് അസറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിങ്, മറ്റ് ഫിക്സഡ് അസറ്റ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നോട്ടായിട്ട് സെപ്പറേറ്റ് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ഫൈനൽ എമൗണ്ട് മാത്രമാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. ദെൻ കറണ്ട് അസറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, സൺട്രി ഡെറ്റേഴ്സൊക്കെ ഈ ഒരു കറണ്ട് അസറ്റിൽ വരുന്ന ഐറ്റമാണ്. അതിൻ്റെയൊക്കെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഇതുപോലെ എച്ച് ലിമിറ്റഡ്, എസ് ലിമിറ്റഡ്. ഇത് ഞാനിവിടെ കാണുന്നതിന് ഈസിനെസ്സിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ സെപ്പറേറ്റ് എഴുതുക. എച്ച് ലിമിറ്റഡിൻ്റെ എമൗണ്ട് എത്ര, എസ് ലിമിറ്റഡ് എമൗണ്ട് എത്ര, അത് ആഡ് ചെയ്യുക. അതുപോലെ സൺട്രി ഡെറ്റേഴ്സിൻ്റെതാണെങ്കിലും എച്ച് ലിമിറ്റഡ്, എസ് ലിമിറ്റഡ് സെപ്പറേറ്റ് കാട്ടുക, അത് ഔട്ടർ കോളത്തിൽ ആഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഇനി ഈ ഒരു പ്രോബ്ലം നമുക്ക് സാധാരണ ഡിസ്കസ് ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് വരുന്നത്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കുക. ഫസ്റ്റ് നിങ്ങൾ റവന്യൂ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സാധാരണ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ P&L അക്കൗണ്ട് ആൻഡ് ജനറൽ റിസർവ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അക്വിസിഷൻ ഡേറ്റിലുള്ള പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, അതായത് ക്യാപിറ്റൽ പാർട്ട് തന്നിട്ടുണ്ട്. അത് ലെസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ടാണ് റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ കണ്ടെത്തിയതിന് ശേഷം എച്ച് ലിമിറ്റഡ് ആൻഡ് എസ് ലിമിറ്റഡിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടാവുക P&L അക്കൗണ്ടിൻ്റെ കറണ്ട് ബാലൻസും ജനറൽ റിസർവിൻ്റെ കറണ്ട് ബാലൻസും ആഡ് ചെയ്തതിന് ശേഷം അത് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിട്ടാണ് ഇതുവരെ ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ 2 ബാലൻസും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ നെക്സ്റ്റ് P&L അക്കൗണ്ട് ബാലൻസിൽ അൺറിയലൈസ്ഡിൻ്റെ പാർട്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ആദ്യം തന്നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തു എന്നേ ഉള്ളൂ. അതെങ്ങനെയാണോ ചെയ്യാൻ കൺവീനിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ബേസിൽ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ റവന്യൂ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ക്യാപിറ്റൽ പാർട്ട് എത്രയാണെന്നുള്ളത്, അത് ആഡ് ചെയ്തതിന് ശേഷം ഡിവൈഡ് ചെയ്യുക. ദെൻ ക്യാപിറ്റൽ റിസർവ് ഓർ കോസ്റ്റ് ഓഫ് കൺട്രോൾ, കോസ്റ്റ് ഓഫ് ഷെയർസ് മൈനസ് നോമിനൽ വാല്യൂ ഓഫ് ഷെയർസും ആൻഡ് ക്യാപിറ്റൽ പ്രോഫിറ്റും കൂടെ ലെസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട്
ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ ഏതാണെന്നുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഇതുവരെ ബാലൻസ് ഷീറ്റിൽ ബാക്കി ഷെയർസ് 5000 ഷെയർസാണ് കമ്പനി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ബാക്കി 500 ഷെയർസ് ഓഫ് ₹10 ഈച്ച് എന്തായിരിക്കും, ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർസാണ്. അതിനോട് കൂടെ ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ പാർട്ടും ആൻഡ് റവന്യൂ പ്രോഫിറ്റിൻ്റെ പാർട്ടും ആഡ് ചെയ്യുക. ഈ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് റവന്യൂ പ്രോഫിറ്റ് നേരത്തെ കണ്ടുവച്ചിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ്. P&L അക്കൗണ്ടിൻ്റെയും ജനറൽ റിസർവിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്ത എമൗണ്ടാണ് ഇവിടെ റവന്യൂ പ്രോഫിറ്റ് നിന്ന് ടോട്ടലായിട്ട് എടുക്കേണ്ടത്. ആൻഡ് റവന്യൂ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ P&L അക്കൗണ്ട് ബാലൻസ് ക്വസ്റ്റ്യനിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ പാർട്ടുണ്ട്. നമ്മൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 15,000 ഷെയർസിൻ്റെ ഗുഡ്സാണ് നമ്മൾ 25% പ്രോഫിറ്റോട് കൂടെ ഹോൾഡിംഗ് കമ്പനി എസ് ലിമിറ്റഡിന് സെൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 15,000 × 25 ഡിവൈഡഡ് ബൈ 125 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3,000 എമൗണ്ട് കിട്ടും. ഇതാണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, എച്ച് ലിമിറ്റഡിൻ്റെ P&L അക്കൗണ്ട് ബാലൻസിനോട് കൂടെ റവന്യൂ പ്രോഫിറ്റ് അല്ലെങ്കിൽ കറണ്ട് ഇയറിൽ എസ് ലിമിറ്റഡിൻ്റെ ഷെയർ എത്രയാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, P&L അക്കൗണ്ട് ബാലൻസ്, അതായത് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ട ബാലൻസ് കിട്ടും. ഇതുപോലെ ജനറൽ റിസർവിൻ്റെത് ബാലൻസ് ഷീറ്റിലുള്ള എമൗണ്ട് പ്ലസ് ഈ ഒരു ഇയറിലെ ഷെയർ എത്രയാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം നോട്ട്സ് കൂടെ പ്രിപ്പയർ ചെയ്യണം. നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലേക്കുള്ള ഫൈനൽ എമൗണ്ട് അതിലേക്ക് റീച്ച് ചെയ്യുന്നുള്ളൂ. നോട്ട്സ് എന്ന് പറഞ്ഞാൽ നോട്ട് നമ്പർ, പെർട്ടിക്കുലേഴ്സ് ആൻഡ് എമൗണ്ട് ആണ്. 3 കോളാണ് വരുന്നത്. നേരത്തെ നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ ഇട്ടിരിക്കുന്നത് ഫസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, എത്ര ഷെയർസാണ് ആൻഡ് എത്ര റുപ്പീസ് വെച്ച്. ഇവിടെ 25,000 ഷെയർസ് ഓഫ് 10 ഈച്ച്, അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് എഴുതുക. ഓക്കെ. ദെൻ സെക്കൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ഗുഡ് വിൽ അല്ല ക്യാപിറ്റൽ റിസർവ് ആണ് വന്നിട്ടുള്ളത്. ആ ഒരു ക്യാപിറ്റൽ റിസർവിൻ്റെ എമൗണ്ട് പ്ലസ് ജനറൽ റിസർവ്, P&L അക്കൗണ്ട്, ഇത്രയും എമൗണ്ടാണ് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരിക. ഇത് 3ഉം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ എമൗണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതാം. ദെൻ ഫിക്സഡ് അസറ്റ് നിങ്ങൾ ഇട്ടിട്ടുണ്ട്. അവിടെ ടാഞ്ചിബിൾ ഐറ്റത്തിലാണ് നിങ്ങൾ 3 എന്നുള്ള നോട്ട്സ് ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇത് നിങ്ങൾ എന്താ ചെയ്യണം, ബിൽഡിങ്സ് തന്നിട്ടുണ്ട് രണ്ടിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട്. അത് രണ്ടും നിങ്ങൾ എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഇട്ടതിന് ശേഷം ആഡ് ചെയ്യുക, ഔട്ടർ കോളത്തിനിടുക. പ്ലാന്റ് ആൻഡ് മെഷീനറി എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡ് എന്നിടുക. ഫേർണിച്ചർ എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡ് എന്നിടുക. ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫിക്സഡ് അസറ്റിൻ്റെ എമൗണ്ടും കിട്ടും. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഔട്ടർ കോളത്തിൽ ഈ ഒരു ഫൈനൽ എമൗണ്ട് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ആയി. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോബ്ലം ഇട്ടിട്ടുള്ളത്. ഓക്കെ.